76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലും ത്രിവർണ്ണ പതാക ഉയർത്തി. സുഗ്മയിലെ തുമൽപാടി, ബിജാപൂരിലെ കവരഗട്ട തുടങ്ങിയ ഉൾഗ്രാമങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരർ കരിങ്കൊടി ഉയർത്തിയിരുന്ന കവരഗട്ടയിൽ 40 വർഷത്തിനു ശേഷമാണ് ദേശീയ പതാക ഉയർത്തിയത്. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയാണ് ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ശക്തമായ സാന്നിധ്യമുള്ള മേഖലകളിൽ ദേശീയ പതാക ഉയർത്തിയത്. ബീജാപൂർ, നാരായൺപൂർ, സുഗ്മ ജില്ലകളിലായി 14 ഉൾഗ്രാമങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ജനങ്ങളും ചേർന്നുകൊണ്ട് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ബീജാപൂരിലെ കവരേഗട്ട ഗ്രാമത്തിൽ 40 വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ത്രിവർണ്ണ പതാക ഉയർന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് റിപ്പബ്ലിക് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കരിങ്കൊടി ഉയർത്തിയിരുന്ന മേഖലകളിൽ ഇന്ന് ദേശീയ പതാക ഉയർന്നത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയമാണ്. उसमें भी पहली बार तिरंगा फहराया गया कई सालों के बाद में, क्योंकि एक से हमेशा माओइस्ट का एक स्ट्रॉन्ग होल्ड माना जाता था, जहां पहले भी कभी काले झंडे फहराए जाते थे, लेकिन इस साल से अब ये तिरंगा भी वहां फहरना शुरू होगा. കവരേഗട്ടയ്ക്ക് പുറമെ ബീജാപൂർ ജില്ലയിലെ കൊണ്ടപ്പള്ളി, വട്ടേവാഡു, നാരായൺപൂരിലെ ഹൊരാഡി, ഗർപ്പകച്ചാൽ, കൊഡ്ലിയാർ, സുഗ്മയിലെ ടുമാൽപാട്, റായ്ഗുഡേം, ഗോലകുന്ദ, ഘോമഗുഡ തുടങ്ങിയ ഗ്രാമങ്ങളിലും ദേശീയ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക പരിശോധനയും സുരക്ഷാ ക്രമീകരണങ്ങളും മേഖലയിൽ നടത്തിയിരുന്നു. ജനം, ഡൽഹി.